കെട്ടുകാഴ്ചകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് സമീപകാലത്ത് മാധ്യമങ്ങളുടെ ഒരു പതിവ് രീതിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വലിയ മത്സരം നടക്കുന്നു മാർക്കറ്റിൽ. മുൻപിൽ ആര്, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനത്തിനോ ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ മത്സരം നടക്കുന്നു. ആ മത്സരത്തിൽ മുന്നിലെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന കെട്ടുകാഴ്ചകൾ. ഇപ്പോൾ അതൊരു പക്ഷേ ഷിരൂർ മാത്രമല്ല, അങ്ങനെ ഉദാഹരിക്കാൻ ഒരുപാട് സംഗതികൾ നമ്മുടെ മുമ്പിലുണ്ടാവും. പക്ഷേ ആ കെട്ടുകാഴ്ചകളൊക്കെ നടക്കുമ്പോഴും നിയമപരമായ ചില പരിധികൾ ഇതിനുണ്ട് എന്നൊരു ബോധ്യം നമുക്കില്ലാതായി പോകുന്നുണ്ടോ? അതിപ്പോൾ കേവലം ഒരു റിപ്പോർട്ടർക്ക് മാത്രമല്ല, ഒരു ചാനലിൻ്റെ എഡിറ്റോറിയൽ അധികാര ശൃംഖലയുടെ മോൾ മുതൽ താഴെ വരെയുള്ള ആളുകൾക്കൊന്നും ഇതിന് ചില നിയമപരമായ പരിധികളുണ്ട്. ഇത് ചെയ്യുന്നത് നിയമപരമായി പോലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആ പരിധി നമ്മൾ കൂടാത്തതാണ് എന്ന് തോന്നൽ അതില്ലാതായി പോകുന്നു. അതുപോലും വേണ്ടതില്ല ഈ മത്സരകാലത്ത് എന്ന അവസ്ഥയിലേക്ക് എത്തിയോ? ഇത് പക്ഷേ എനിക്ക് തോന്നുന്നത് ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. ജേർണലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ച്, വാർത്താ സമ്പാദകനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് നല്ല ധാരണയുണ്ട്. ചെയ്യുന്നത് ജേർണലിസം അല്ലാതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ലാതാവില്ല. പിന്നെ വരുന്നത് ഈ കെട്ടുകാഴ്ച എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റും എന്നുള്ള വലിയ അന്വേഷണമാണ്. ആ അന്വേഷണത്തിന് നമ്മുടെ നിയതമായ അവസ്ഥയിൽ അതിന് പരിധികളൊന്നും ആരും പറഞ്ഞില്ല. നമ്മൾ ജേർണലിസം ക്ലാസ്സിൽ എവിടെയെങ്കിലും പഠിപ്പിക്കുക, അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ, ജേർണലിസം ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമ്മൾ അറിയുന്ന കെട്ടുകാഴ്ച ഉണ്ടാക്കുന്നതിൻ്റെ പരിധികളെ, വാർത്ത എഴുതുമ്പോഴുള്ള പരിധികളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും ഒക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുകയും നമ്മളത് ട്രെയിൻഡാണ്. ജേർണലിസ്റ്റുകളെല്ലാം ട്രെയിൻഡാണ്. എവിടം വരെ പോകാം, നിയമത്തിൻ്റെ ഏത് അറ്റം വരെ പോകാം എന്നുള്ളതിനെ കുറിച്ച് വാർത്ത സമ്പാദകർ, റിപ്പോർട്ടർമാർ ദേ നോ ഇറ്റ്. പക്ഷെ കെട്ടുകാഴ്ചയായി കഴിയുമ്പോഴത്തേക്ക് അത് ടോട്ടലി ഡിഫറെൻ്റ് ആയി. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മുമ്പിലിരിക്കുന്ന ആള് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോയാലാണ് അയാൾ ഇതിനകത്ത് പിടിച്ചിരുത്താൻ പറ്റുക എന്നുള്ള. മറ്റൊരു വാർത്തയിൽ നമുക്ക് വാർത്ത പിടിച്ചിരുത്തുന്നു, അതിൻ്റെ അകത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് ഇടാവുന്നതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഈ നമുക്ക് മുമ്പുണ്ടായിരുന്ന ജനറേഷനിൽപ്പെട്ട വലിയ ജേർണലിസ്റ്റുകൾ അതിൻ്റെ അലുക്കുകളിലല്ലല്ലോ. അവരുടെ ഹാർഡ് വാർത്തകളാണ്, അതാണ് അവരെ പിടിച്ചിരുന്നത്. ഇപ്പം എൻ്റെ ഇമ്മീഡിയറ്റ് ബോസായിട്ടുള്ള ടെക്കൻ ക്രോണിക്കിളിൻ്റെ റെസിഡന്റ് എഡിറ്റർ ആർ മോഹൻ, അദ്ദേഹം ക്രിക്കറ്റ് എഴുതുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്നതിൻ്റെ ഭംഗി കൊണ്ട് മാത്രം പത്രം വാങ്ങുകയും ക്രിക്കറ്റ് വായിക്കുകയും ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് റിസൾട്ട് അറിയണമെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം പോകണം, ചിലപ്പം വേറെ വാർത്തയിലായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. എഴുത്തിൻ്റെ ഭംഗി കൊണ്ട് അതങ്ങനെ നമുക്ക് ആ ഒരു ആർമോഹനമുള്ള. അദ്ദേഹം എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട്ട് എല്ലാ ദിവസവും മീറ്റിംഗ് ഇരിക്കുമ്പോൾ അന്ന് നമ്മളെയൊക്കെ ഭ്രമിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നല്ലോ, മനുഷ്യൻ്റെ ഒപ്പമാണ് ഇരിക്കുന്നതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത്ഭുതം കൂടാറുണ്ട്. അത് ചില മനുഷ്യരുടെ സിഗ്നേച്ചറാണ്, അത് അവരുടെ സ്കില്ലാണ്. ഭാഷയുടെ പുറത്ത് ഈ കളിയെക്കുറിച്ചുള്ള, അവർ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചുള്ള അറിവ്, അത് വലിയ ഇൻസൈറ്റുകൾ ഉണ്ടാക്കുന്നത്. അതൊരു ആഘോഷമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുക എന്നുള്ളത്. അത് ഒരു പ്രത്യേക സ്കില്ലാണ്. അതെല്ലാവർക്കും എപ്പോഴും നടക്കുന്ന കാര്യമല്ല. ആ സ്കില്ലില്ലാതെ തന്നെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോഴാണ് മനുഷ്യർ ഈ പരിധി വിട്ടു പോകുന്നത്. ആ പരിധി വിട്ടു പോകുന്നതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ചെയ്യുന്ന പണി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണിയല്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന മിസ്മാച്ചിൽ അവർ വെള്ളത്തിലിറങ്ങുകയും മുങ്ങുകയും അവർ മുഴുവൻ മുങ്ങി കുളിരില്ലാതായി മാറുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം അവർ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അവരറിയാതെ പോകുന്ന നിഷ്കളങ്കരായ പാവം കുട്ടികൾ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ചെയ്യരുത് എന്ന് അവർക്കറിയാവുന്ന, സമൂഹത്തിനറിയാവുന്ന, ജേർണലിസം ഒരു തമാശകളിയല്ല എന്നറിയാവുന്ന മനുഷ്യരൊക്കെ തന്നെയാണ് ഇവർ. അപ്പോൾ അവർ വേറെന്തോ മോട്ടീവോടുകൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമേഴ്ഷ്യലായിട്ടുള്ള ജേർണലിസത്തിൻ്റെ എത്തിക്സ് ഒന്നും ചേരാത്ത തരത്തിലുള്ള മോട്ടീവുമായി അവർ ഈ പണിക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പറ്റുന്ന സ്വാഭാവികമായിട്ടുള്ള ദുരന്തം ആണിത്. അതാണ് നമ്മളിപ്പം ഏറ്റവും അവസാനത്തെ ഉദാഹരണത്തിൽ കാണുന്നത്. ഇതൊന്നല്ല, പല പ്രാവശ്യമുണ്ട്. ഈ സ്പെക്ടക്കിൾ ക്രിയേഷനാണ് ജേർണലിസം എന്നുള്ള തോന്നലിൽ നിന്നാണ്, ആ ധാരണയിൽ നിന്നാണ് ഇത്തരം അസംബന്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് പലപ്പോഴും നിയമവുമായി നേരിട്ട് മുഖാമുഖം വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത്. അത് അങ്ങേയറ്റം ഖേദകരമായ കാര്യമാണ്. അത് ജേർണലിസത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ജേർണലിസത്തിൽ ചില
ചില പ്രിവിലേജുകൾ മനുഷ്യർക്കുണ്ട്. അത് പിന്നെ അതൊന്നും നിയമപരമായി ഇപ്പം ഒരു സോഴ്സ് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് നിയമപരമായി അതിന് സാധ്യതയുള്ള ഒരു എക്സ്റ്റൻഷൻ ഓഫ് ദ ലോ. അതുകൊണ്ട് അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ഒരു തരത്തിലുള്ള പരിരക്ഷയും കിട്ടാത്ത അവസ്ഥയിലേക്ക് ജേർണലിസം എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ കെട്ടുകാഴ്ച റിപ്പോർട്ടിംഗ് പോകുന്നുണ്ടെങ്കിൽ എഡിറ്റർമാർ തിരിച്ചു വരണം. വാർത്ത കെട്ടുകാഴ്ചയല്ല എന്ന് ബോധമുള്ള മാധ്യമ മാനേജ്മെന്റുകൾ ഉണ്ടാവണം. അതില്ല എങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും.